ലാസ്റ്റ് ഡേ ഓഫ് മൈ വേളാങ്കണ്ണി ട്രിപ്പ് എത്തി ഗൈസ്. അങ്ങനെ ലാസ്റ്റ് ഡേ ആണ് ഇന്ന്. അപ്പോൾ ലാസ്റ്റ് ഡേ ആകുമ്പോഴേക്കും നമുക്ക് പോകണ്ടെന്നൊക്കെ തോന്നും. പക്ഷേ നമ്മുടെ സാഹചര്യമൊക്കെ നോക്കി വർക്കിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ നമുക്ക് പോയല്ലേ പറ്റൂ. അങ്ങനെ നമ്മളവിടെ നിന്ന് രാവിലെ ഒരു 6:30 ആയപ്പോൾ തന്നെ പുറപ്പെട്ടിട്ടുണ്ടായിരുന്നു വീട്ടിലോട്ട്. അപ്പോൾ വരുന്ന വഴിക്ക് തമിഴ്നാടാണല്ലോ, അങ്ങനെ വലിയ ഫുഡ് കടകളൊന്നും ഉണ്ടായില്ല അവിടെ. കാരണം ആ ഒരു വേളാങ്കണ്ണി സൈഡായതുകൊണ്ട് നമുക്കങ്ങനെ കാണാൻ പറ്റിയില്ല. നമ്മളൊരു ചെറിയ കടയിലാണ് കയറിയത്. എന്നാൽ അത്യാവശ്യം നീറ്റൊക്കെ കടയിൽ നിന്ന് അത്യാവശ്യം കുറച്ച് ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ നമ്മൾ തഞ്ചാവൂരോട്ടാണ് പോയത്. വേളാങ്കണ്ണിയിൽ നിന്ന് 1 മണിക്കൂറത്തെ ട്രാവലല്ല കേട്ടോ തഞ്ചാവൂരോട്ട്. അപ്പോൾ ഞാൻ ഡ്രസ്സൊക്കെ നമ്മുടെ വണ്ടിയിലിരുന്ന് തന്നെയാണ് ചേഞ്ച് ചെയ്തത്. അപ്പോൾ റൂത്തിനാണെങ്കിൽ കണ്ണെഴുതി കൊടുക്കുകയാണ്. അമ്പലത്തിലോട്ടാണല്ലോ പോകുന്നത്. അപ്പോൾ ഒരു ട്രഡീഷണൽ ലുക്ക് പിടിക്കാൻ ഓർത്ത് ഞാനും റൂത്തൊക്കെ, എൻ്റെ ഒരു ചുരിദാറായിരുന്നു, പക്ഷെ അത് ഫീഡ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ ഈ ട്രാവലറിൽ ഇട്ടില്ല. എന്നിട്ട് പിന്നെ ട്രാവലറിൽ നിന്ന് തന്നെ ഡ്രസ്സൊക്കെ മാറി മേക്കപ്പൊക്കെ ഇട്ട് സെറ്റായി റൂത്തിനൊരു പട്ടുപാവാട സ്റ്റൈൽ ഡ്രസ്സൊക്കെ ഇട്ട് സെറ്റാക്കിയിട്ടാണ് നമ്മൾ ഇറങ്ങിയത്. അപ്പോൾ ഞങ്ങളിവിടെ നിന്ന് പോയപ്പോൾ ഒരു ധാവണിയാണ് പ്ലാൻ ചെയ്തത്. പക്ഷേ എന്തായാലും കൊച്ചുങ്ങളായിട്ടും പിന്നെ ഈ ട്രാവൽ ചെയ്യണ ബുദ്ധിമുട്ടൊക്കെ കാരണം ധാവണി സെറ്റായില്ല എന്ന് പറഞ്ഞിട്ട് ഞാനൊരു സാരി കൊണ്ട് വെട്ടി തയ്ച്ചൊരു ഡ്രസ്സാണ് അമ്മൂമ്മയുടെ ഇട്ടത്. അനിയത്തി ഉണ്ടായിരുന്നു, അവൾ ധാവണി തന്നെ എടുത്തിട്ട് നമ്മുടെ അനാർക്കലി മോഡലാക്കിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ മുല്ലപ്പൂവൊക്കെ മേടിച്ച് അവിടെ നിന്ന് ചന്ദനവും ഒക്കെ മേടിച്ചിട്ട് നമ്മൾ അമ്പലത്തിൻ്റെ ഉള്ളിലോട്ട് പ്രവേശിച്ചു. അവിടെയാണെങ്കിൽ ചെരുപ്പൊന്നും നമുക്ക് ഇടാൻ പറ്റില്ല, അതെല്ലാം അമ്പലത്തിലും അങ്ങനെയാണല്ലോ ഗൈസ്. പിന്നെ മുല്ലപ്പൂവൊക്കെ വെച്ച് കഴിയുമ്പോൾ ഒരു അമ്പലത്തിൽ, അപ്പം ഞാൻ വിചാരിച്ചു ഒരു ഹിന്ദു കുട്ടിയായിട്ട് ജനിച്ചാൽ മതി എന്ന്. നല്ല രസമല്ലേ ഹിന്ദു കുട്ടിയായിട്ട് ജനിച്ചാൽ. പിന്നെ അവിടെ പ്രസാദം അങ്ങനത്തെ സംഭവം ഇല്ലയെന്ന് തോന്നുന്നു. അതിന് പകരം ഇങ്ങനെ കുറേ ചേച്ചിമാർ നിന്നിട്ട് തൈർ സാദം, പിന്നെ സാമ്പാർ വട, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിൽ ഞാനൊരു ഗോതമ്പ് പായസം മേടിച്ചിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അത് നല്ല സ്വീറ്റായിരുന്നു, നല്ല നെയ്യൊക്കെ ഇട്ട് നല്ല അടിപൊളിയായിരുന്നു. പിന്നെ ഇവിടെ കൂടുതൽ വിസിറ്റ് ചെയ്യുന്നത് ഹിസ്റ്റോറിക്കൽ പരമായ ഒരു ആണല്ലോ. അപ്പോൾ കൂടുതലും ഈ കുട്ടികളെ പഠിക്കുന്ന കാര്യത്തിന് വേണ്ടിയാണ് കൊണ്ടുവരുന്നത്. കുട്ടികളാണ് കൂടുതലും ഞാനവിടെ കണ്ടത്, സ്കൂൾ സ്റ്റുഡൻസിനെയൊക്കെയാണ് കണ്ടത്. പിന്നെ നമ്മളവിടെ മൊത്തം ഒന്ന് കണ്ട് എക്സ്പ്ലോറൊക്കെ ചെയ്തു. വീഡിയോയ്ക്ക് ഫോട്ടോയ്ക്കൊക്കെ നല്ല അസൽ പ്ലേസാണ്. എനിക്കറിയില്ല കേട്ടോ വീഡിയോഗ്രാഫി എടുക്കാമോ എന്ന്. ഞാൻ ഫോണിലാണ് എടുത്തത്, പക്ഷെ അവിടെ കുറേ പേര് ക്യാമറയൊക്കെ ആയിട്ട് വരുന്നുണ്ട്. എന്തായാലും ഞാൻ എടുത്തു. എനിക്കറിയില്ല അത് റെസ്ട്രിക്ഷൻസ് വല്ലതും ഉണ്ടോ എന്ന്. ഞാൻ ഫോട്ടോയൊക്കെ എടുത്തപ്പോഴൊന്നും അങ്ങനെ ആരും ഒന്നും പറഞ്ഞില്ല. പിന്നെ ദേവീനെയൊക്കെ കുളിപ്പിക്കുന്ന ടൈമായിരുന്നു കേട്ടോ ഞങ്ങൾ ചെന്നപ്പോൾ. അവിടെ മഞ്ഞൾ വെള്ളം, പിന്നെ റെഡ് കളറിലെ വെള്ളം, കല്ലിൽ കൊത്തിയൊരു അമ്പലവും കുറേ വിഗ്രഹങ്ങളും ഭസ്മത്തിൻ്റെ സ്മെല്ലൊക്കെ ആയിട്ട് രാവിലെ തന്നെ നമ്മളവിടെ എത്തിയത് കൊണ്ട് നല്ല റിലാക്സ് ആയിരുന്നു. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. കുറേ വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തിട്ടാണ് നമ്മൾ അവിടെ നിന്ന് പോകുന്നത്. എന്തായാലും അടിപൊളി